സംസ്ഥാനത്തെ LP സ്കൂൾ അധ്യാപക നിയമനം ഇഴയുന്നുവെന്ന മീഡിയ വൺ വാർത്തയിൽ ഇടപെടലുമായി പൊതുവിദ്യാഭ്യാസ വകുപ്പ്. പ്രശ്നപരിഹാരത്തിനായി ഉദ്യോഗാർത്ഥികൾ മുന്നോട്ട് വയ്ക്കുന്ന ക്രിയാത്മകമായ നിർദ്ദേശങ്ങളും വകുപ്പ് പരിഗണിക്കും. നിയമന നടപടികൾ വേഗത്തിലാക്കാൻ സാധ്യമായ എല്ലാ വഴികളും പരിശോധിക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ഉറപ്പു നൽകി. മീഡിയ വൺ ഇംപാക്ട്. റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് 8 മാസം പിന്നിട്ടിട്ടും 8 ജില്ലകളിൽ ഇതുവരെ 1-ാം റാങ്കുകാർക്ക് പോലും നിയമനം ലഭിച്ചില്ലെന്ന മീഡിയ വൺ വാർത്തയിലാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഇടപെടൽ. സ്കൂളുകളിൽ കുട്ടികൾ കുറയുന്നതുകൊണ്ടുണ്ടാകുന്ന ഡിവിഷൻ ഫാൾ കാരണം പുറത്താക്കപ്പെട്ട അധ്യാപകരെ വിരമിക്കൽ ഒഴിവിലേക്ക് പരിഗണിക്കുന്നതാണ് നിയമനം വൈകുന്നതിന് കാരണമെന്ന് സമ്മതിച്ച പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ഉദ്യോഗാർത്ഥികളുടെ നിർദ്ദേശങ്ങൾ പരിഗണിച്ച് ഇടപെടൽ നടത്തുമെന്ന് ഉറപ്പു നൽകി. മന്ത്രി വി ശിവൻകുട്ടിയുടെ സാന്നിധ്യത്തിലായിരുന്നു പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറുടെ മറുപടി. നിങ്ങൾ പറയുന്നത് ശരിയാണ്. കുറേ പേർക്ക് റാങ്ക് ഹോൾഡേഴ്സിന് ഒന്നും അഡ്വൈസ് ജോബ് കിട്ടാതെ ഒരു സാഹചര്യമുണ്ട്. അതൊരു ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് മിനിസ്റ്റർ ലെവലിൽ ചർച്ച നടന്നിട്ടില്ല. ഇപ്പോൾ എൻ്റെ ലെവലാണ് നടന്നു വരുന്നത്. മിനിസ്റ്റർ ലെവലിൽ ഉടനെ തന്നെ ചർച്ച വെച്ച് നമുക്കൊരു വേറെ എന്ത് വഴിയുണ്ടെന്ന് നോക്കാം. ഡിവിഷൻ ഫാൾ നേരിടുന്ന അധ്യാപകരെ പ്രധാന അധ്യാപക ഒഴിവിലേക്ക് പുനർവിന്യസിക്കുകയാണ് എയ്ഡഡ് മേഖലയിൽ ചെയ്യുന്നത്. ഇത് സർക്കാർ സ്കൂളിലും നടപ്പാക്കി വിരമിക്കൽ ഒഴിവുകളിലേക്ക് നിയമനം നടത്തണമെന്നാണ് ഉദ്യോഗാർത്ഥികളുടെ ആവശ്യം. മീഡിയ വൺ, തിരുവനന്തപുരം.